പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ പവിത്രമായ ഒരു ദിനത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. 10 കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല. ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നതോടൊപ്പം തന്നെ ശവ്വാൽ മാസത്തിൽ എന്തായാലും ഒരു മുസ്ലിം അവൻ പറഞ്ഞിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട 6 ചെറിയ ദിക്റുകളുണ്ട്, 6 ചെറിയ ദുആകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഏതൊക്കെയാണെന്നും ഏതൊക്കെ സമയത്താണ് പറയേണ്ടതെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അവസാനം വരെ കാണാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസുഹാബിഹി വതുബാഇൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകളുണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു തആല ഈ വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കും അല്ലാഹു പരിഹാരം തരുമാറാവട്ടെ. ശവ്വാൽ മാസത്തിൽ നമ്മൾ 6 നോമ്പ് അൽഹംദുലില്ലാഹ് പലരൊക്കെ പിടിക്കുന്നു. അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ റമളാൻ മാസമൊക്കെ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇത് ശവ്വാൽ മാസത്തിൽ മാത്രമല്ല, ഒരു ദിവസവും ചെയ്യാൻ പാടില്ല. അത് ശവ്വാൽ ആവട്ടെ, ഇനി ദുൽഖഅദ് വരുന്നു, ദുൽഹിജ്ജ വരുന്നു. അൽഹംദുലില്ലാഹ് ഈ വർഷം ഹജ്ജിനും ഉംറക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന പലരും ഒക്കെ ഈ വർഷം ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലാഹു തആല ആ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കൊക്കെ റാഹത്തായ നിലയിൽ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് നാട്ടിലേക്ക് ഖൈറായ നിലയിൽ മടങ്ങി വരാനുള്ള മഹാസൗഭാഗ്യം അവർക്ക് അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ റമദാനിലൊക്കെ സ്ഥിരമായി നമ്മൾ ചെയ്തിരുന്നു. വേറെ ഒന്നുമല്ല, ഈ ശവ്വാൽ മാസത്തെ ഒന്ന് ബഹുമാനിക്കുക, ഈ ശവ്വാൽ മാസത്തെ ഒന്ന് ആദരിക്കുക. കാരണം ശവ്വാൽ മാസം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കരമായ ഇഷ്ടമുള്ള മാസമാണ്. മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ശവ്വാൽ. ഇപ്പൊ നമ്മൾ സാധാരണ റമദാൻ എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമുള്ള മാസമാണല്ലോ, അത് ഒരു തർക്കവുമില്ല. മാസങ്ങളുടെ നേതാവ് റമദാൻ മാസമാണ്. പക്ഷെ റമദാൻ മാസത്തിൽ നമ്മൾ ആരും വീട് താമസം വെക്കാറില്ല, അല്ലേ? പെരതാമസം റമദാനിൽ വെക്കാറുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ കല്യാണങ്ങൾ വെക്കാറുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു വലിയ സന്തോഷത്തിന്റെ, ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആ ഒരു കാര്യം നമ്മൾ റമദാനിൽ വെക്കുക. കാരണം എല്ലാവരും പറയും നോമ്പ് കഴിയട്ടെ, നോമ്പ് കഴിയട്ടെ. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിലായൊക്കെ അങ്ങനെ കഴിഞ്ഞുകൂടേണ്ട മാസമാണ്. എന്നാൽ ഈ റമദാൻ കഴിഞ്ഞിട്ടുള്ള ശവ്വാൽ, ഈ ശവ്വാൽ മാസത്തിലാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ ശവ്വാൽ ആദ്യത്തെ 6 ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല, ദുശ്ശകുലമാണെന്ന് പറയുന്നത് അതിൽ അർത്ഥമില്ല. നമ്മൾ അത് വിശദീകരിച്ചതാണ്. കാരണം ശവ്വാൽ മാസം കഴിഞ്ഞാൽ ഈ 6 നോമ്പ് തുടർച്ചയായിട്ട് പിടിക്കുക മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിർബന്ധമായും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. സത്യത്തിൽ നിർബന്ധമല്ല, പക്ഷെ നിർബന്ധം പോലെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ശവ്വാൽ മാസത്തിന്റെ ആദ്യത്തെ തുടക്കത്തിൽ ഒന്നും വെക്കണ്ട എന്ന് അവർ ആ കാരണം കൊണ്ടാണ് പറയാൻ കാരണം. അല്ലാതെ ശവ്വാൽ മാസം മോശമായത് കൊണ്ടല്ല. ശവ്വാൽ നല്ല മാസമാണ്. ശവ്വാൽ മാസം നല്ല മാസമാണ്. കല്യാണങ്ങൾ വെക്കാൻ പറ്റിയ മാസമാണ്. അത് പെരതാമസം വെക്കാൻ പറ്റിയ മാസമാണ്. അതുപോലെ തന്നെ വീട് കൂടാനും കുറ്റിയടിക്കാനും ഒക്കെ ഏറ്റവും നല്ല മാസമാണ് ശവ്വാൽ മാസം. അതുകൊണ്ട് തന്നെ ഈ ശവ്വാൽ മാസത്തെ ഒന്ന് ബഹുമാനിക്കൽ നല്ലതാണ്. ഒന്ന് ബഹുമാനിക്കുക, ഒന്ന് ആദരിക്കുക, അല്ലെ? ഇസ്ലാമിക കലണ്ടർ പ്രകാരം വളരെയധികം ശ്രേഷ്ഠതയുള്ള, വളരെയധികം ബഹുമാനം കൊടുക്കേണ്ട ഒരു മാസം കൂടിയാണ് ശവ്വാൽ മാസം. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തെ ഒന്ന് ബഹുമാനിക്കണം, ആദരിക്കണം. എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ആദരിക്കണം, അതിന് പറയാം. രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ്? നിസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിച്ച് ഈ മാസത്തെ ആദരിക്കുക. നമ്മൾ റമദാനിൽ നിസ്കാരമെല്ലാം കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു. ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും, പള്ളിയിലൊക്കെ പോകുമായിരുന്നു. അതുപോലെ ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് പള്ളിയിൽ തന്നെ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇതൊരു വെക്കേഷൻ കാലം കൂടിയായതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ, ആൺകുട്ടികളെല്ലാം ഉമ്മമാര് പള്ളിയിലേക്ക് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത് സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്ത് നിസ്കാരം, അത് ളുഹാ നിസ്കാരമാവട്ടെ, തഹജ്ജുദ് ആവട്ടെ, വിത്ർ ആവട്ടെ, അല്ലെ? ഈ ശവ്വാൽ മാസത്തിൽ നമുക്ക് എന്ത് നിസ്കരിക്കാം? നമുക്ക് തസ്ബീഹ് നിസ്കരിക്കാം. അത് റമദാനിൽ 27-ാം രാവിൽ മാത്രം നിസ്കരിക്കേണ്ട നിസ്കാരമൊന്നുമില്ല. ശവ്വാൽ മാസത്തിൽ നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. പിന്നെയോ കുടുംബ ബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക. ആരോടും പിണക്കം പാടില്ല. പിണക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട മാസമാണ്. ധാരാളമായി സ്വതക്ക ചെയ്യേണ്ട മാസമാണ്. ധാരാളമായി ദുആ ചെയ്യേണ്ട മാസമാണ്. രോഗികളായ ആളുകളെ പോയി സന്ദർശിക്കേണ്ട മാസമാണ്.
അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ്. പിന്നെയോ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായ അമലുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. വിശുദ്ധമായ ഖുർആൻ ഓതേണ്ട മാസമാണ്. അതുപോലെ മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുക്കേണ്ട മാസമാണ്. മറ്റുള്ളവർക്കൊരു സന്തോഷം ഉണ്ടാക്കുക, അത് ചെയ്യേണ്ട മാസമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല, പിണങ്ങാൻ പാടില്ല, കുറ്റങ്ങൾ കുറവുകൾ ചെയ്യാൻ പാടില്ല, തെറ്റുകുറ്റങ്ങളിലേക്ക് പോവാൻ പാടില്ല. അതങ്ങനെ പറയാനുള്ള കാരണം റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഒരു ആത്മീയമായ ചൈതന്യമുണ്ട്, അത് നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നാണ്. അത് നഷ്ടപ്പെടുത്തരുത്. ഈ ഷവ്വാൽ മാസത്തിൽ, ഷവ്വാൽ മാസമായി നോമ്പൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തും ചെയ്യാം എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആർക്കും പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ഷവ്വാൽ മാസം. പ്രത്യേകിച്ച് ഷവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട്. ഈ ദിക്റിന് ഒരുപാട് നേട്ടമാണ്. പ്രത്യേകിച്ച് നമസ്കാരത്തിൽ സുജൂദിൽ നമുക്ക് ഈ ഒരു ദിക്ർ അധികരിപ്പിച്ചാൽ, ഇതൊരു തസ്ബീഹാണ്, ഇതൊരു ദിക്റാണ്, ഇതൊരു ദുആയാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്, അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടമുണ്ട്. ഏതാണത്? ശവ്വാൽ മാസത്തിൽ പറയേണ്ട ഒരു പ്രത്യേകമായ തസ്ബീഹ് ഏതാണത്? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് 3 വട്ടം ഈ ഒരു വാചകം പറഞ്ഞിട്ട്, ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു വേഗത്തിൽ ഈ ശവ്വാലിലെ ദുആ നമ്മളിൽ നിന്നും കബൂലാക്കും. ഏതാണത്? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ് എന്ന് പറഞ്ഞേ. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഫീ റുകൂഇഹി വസുജൂദിഹി, നബി തങ്ങളുടെ നമസ്കാരത്തിൽ, നബി തങ്ങളുടെ റുകൂഇലും സുജൂദിലും ഇപ്പൊ പറഞ്ഞ ഈ ഒരു ദുആ അധികരിപ്പിക്കുമായിരുന്നു. ഏത്? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. മലക്കുകളുടെ കാവലുണ്ടാകും. എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ദുആ പതിവാക്കണേ. ഇനിയോ മറ്റൊരു ദിക്റുണ്ട്, മറ്റൊരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പഠിപ്പിച്ചു കൊടുത്ത ശവ്വാൽ മാസത്തിൽ എന്തായാലും നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു വട്ടമെങ്കിലും ഈ ദുആ എന്റെ ഉമ്മമാര് പറയണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. പലപ്പോഴും നമ്മൾ ഈ ദുആ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ശ്രേഷ്ഠത 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. സമ്പന്നത ഞാൻ ചോദിക്കുകയാണ്, പവിത്രത ഞാൻ ചോദിക്കുകയാണ്, തഖ്വ ഞാൻ ചോദിക്കുകയാണ്, ഹിദായത്ത് ഞാൻ ചോദിക്കുകയാണ്. 4 കാര്യമാണ് ചോദിക്കുന്നത് ഈ ദുആയിൽ. അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഈ ദുആ നമ്മൾ മറന്നു പോവാൻ പാടില്ല. 3ാമത്തെ ഒരു ദുആ കൂടിയുണ്ട്. എന്താണതെന്നറിയോ? കണ്ണാടി നോക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോ നമ്മളൊന്ന് കണ്ണാടി നോക്കാറുണ്ട് അല്ലെ? തട്ടോക്കൊന്ന് റെഡിയാണോ? താടിയൊക്കെ ക്ലിയർ ആണോ? മുടിയിരാൻ വേണ്ടി നമ്മൾ കണ്ണാടി നോക്കാറുണ്ട്. കണ്ണാടി നോക്കുമ്പോ അല്ലെ, കണ്ണാടി നോക്കുന്ന സമയത്ത് പറയണേ, എന്തു പറയണം? അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. എന്തു പറയണം? അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ പ്രകൃതി നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ഇനി ഈ ശവ്വാൽ മാസത്തിൽ പറയേണ്ട 4ാമത്തെ ഒരു ദിക്ർ, പാമ്പ് ശല്യം ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ തന്നെ കടം കൂടാതിരിക്കാൻ, കടം മാറാൻ, തെരുവനായയുടെ ശല്യം ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ, ആപത്ത് മുസീബത്ത് ആക്സിഡന്റ് സിഹർ കണ്ണേറ് പെട്ടെന്നുള്ള മരണം മറ്റാക്ക് എല്ലാത്തിനും തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ഒരു ദുആ, ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ് എല്ലാ ദിവസവും രാവിലെ മരുന്ന് കഴിക്കും പോലെ പറയണേ. എന്താണത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ പറയാൻ മറന്നു പോവണ്ട. 5ാമതായി നമ്മൾ പറയണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമുക്ക് തൃപ്തിയുണ്ട് അല്ലെ? അള്ളാഹിന്റെ റസൂൽ നമ്മളെ തൃപ്തി ഉണ്ടാവണം. അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി നമുക്ക് വേണം. അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നമുക്ക് വേണം. അള്ളാഹുവിന്റെ പൊരുത്തം വേണം.
ഇസ്ലാം ദീനിൽ അടിയുറച്ച് നമുക്ക് ജീവിച്ച് അവസാനം മുസ്ലിമായി മരിക്കണം. അതിന് പറയണേ, എല്ലാ ദിവസവും പറയണേ. നമ്മുടെ ഈമാൻ ഉറക്കാൻ വേണ്ടിയാണ് ഈ ദുആ പറയേണ്ടത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. എന്താ പറയേണ്ടത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹി റബ്ബൻ എൻ്റെ രക്ഷിതാവായിട്ട് അല്ലാഹനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനൻ എൻ്റെ മതമായിട്ട് ഇസ്ലാം മതത്തെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ നബിയ്യാ എൻ്റെ നബിയായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ദുആ പറയാൻ മറന്നു പോവണ്ട. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഇനി ആറാമതായി ഒരു ദിക്ർ കൂടി പഠിക്കാം. ഈ ശവ്വാൽ മാസത്തിൽ പറയണേ. എന്തു പറയണം? എന്ത് നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാലും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, കച്ചവടത്തിനായിട്ട് പോകുന്നു, കുട്ടികൾ ഒരു ട്രിപ്പിന് പോകുന്നു, ടൂറിന് പോകുന്നു, കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നു, എവിടെ നമ്മുടെ മക്കൾ പോയാലും, നമ്മുടെ ഭാര്യമാര് പോയാലും, നമ്മുടെ ഭർത്താക്കന്മാര് പോയാലും, നമ്മൾ പോയാലും പറയണേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പൂർണ്ണമായും ആ ദിക്ർ പറയുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മളിത് പറയാറുണ്ടല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ശവ്വാൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ശവ്വാൽ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ശവ്വാൽ മാസത്തിൽ എന്തായാലും പറഞ്ഞിരിക്കേണ്ട 6 ദുആകൾ, 6 ദിക്റുകൾ. ഇൻഷാ അല്ലാഹ് ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നിത്യമായി കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പറയാനും ചെയ്യാനും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.